കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വാർത്തകൾ പ്രചരിപ്പിച്ച് വരികയാണ്. അതിൽ ഞാൻ പറയാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള BJPയുടെ നിലപാട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ കാണുന്നത്. നമുക്കറിയാം, കേരളത്തിൽ മതത്തെയും വിശ്വാസത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മതത്തെയും വിശ്വാസത്തെയും ഉൾക്കൊണ്ടുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. മതത്തെ ബഹുമാനിക്കുകയും വിശ്വാസങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തുള്ള എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി കൊടുക്കുക എന്നുള്ളതും BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ്. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നതാണ് BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യത്തിലെ 140 കോടി ജനതയുടെ ക്ഷേമവും ഐശ്വര്യവും അവരുടെ ഉയർച്ചയുമാണ് BJPയുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മതപരമായിട്ടുള്ള ചിന്തയോ വിവേചനമോ കഴിഞ്ഞ 12 വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഈ രാജ്യത്ത് 20-ൽ പരം വരുന്ന സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന ഭരണകൂടമുണ്ട്. ആ സംസ്ഥാനങ്ങളിലോ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഭരണപരമായിട്ടുള്ള വിവേചനം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ളൊരു വിവേചനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ കേരളമാണ്. കേരളത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും 80:20 എന്ന നിലയിൽ വിവേചിച്ച് നൽകുന്ന ഒരു വിവേചനം ഈ കേരളത്തിൽ നിലനിൽക്കുന്നു. പക്ഷേ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നില്ല. മുനമ്പം വിഷയം ഉയർന്നു വന്നപ്പോഴും മതപരമായിട്ടുള്ള വിവേചനമാണ്. മതേതരത്വത്തെക്കാൾ ഇവിടെ താണു നിന്നത് മതപരമായിട്ടുള്ള വിവേചനത്തിനാണ്. അതുപോലെ തന്നെ പാലാ ബിഷപ്പിന് നേരെ ആക്രമണമുണ്ടായ സമയത്തും പാലാ ബിഷപ്പിനെ പ്രതിരോധിക്കാനോ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ ഈ കേരളത്തിലെ മതേതരത്വം പറയുന്ന കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ കണ്ടില്ല. SDPIയുടെ താല്പര്യത്തിനനുസരിച്ച് പാലാ ബിഷപ്പിനെ ഒറ്റാനും ഒറ്റുകൊടുക്കാനുമാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ചത്. ഇവിടെയൊക്കെ BJPയുടെ നിലപാട് വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. മതവിശ്വാസങ്ങൾ സംരക്ഷിക്കാനും മതാചാര്യന്മാരെ സംരക്ഷിക്കാനും ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും മതമൗലികവാദികളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ചലിക്കാനും പ്രവർത്തിക്കാനും പാടില്ല എന്നായിരുന്നു അന്ന് BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. ആ നിലപാട് ഞാൻ ഈ സമയത്ത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയ നേതാക്കളെയും പുരോഹിതന്മാരെയും ആദരിക്കുക, ബഹുമാനിക്കുക, അവരുടെ വാക്കുകൾ കേൾക്കുക, ഇത് BJPയുടെ സംസ്കാരമാണ്, BJP പിന്തുടരുന്ന മാതൃകയാണ്. അതും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. അതേ സമയത്ത് ആധ്യാത്മികതയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ കോൺഗ്രസ് കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തൊഴുത്തിലേക്ക് ഏതെങ്കിലും മതവിഭാഗത്തെയോ സമുദായത്തെയോ കൊണ്ടുകെട്ടാൻ ഏതെങ്കിലും ആൾക്കാർ ഒരുമ്പെട്ടാൽ അത് രാഷ്ട്രീയമാണ്. അവിടെ മതവും ആധ്യാത്മികതയുമല്ല, അവിടെ രാഷ്ട്രീയമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഞങ്ങൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ചെയ്യും. ഇതാണ് നിലവിൽ കേരളത്തിൽ ഉയർന്നിരിക്കുന്ന വിഷയത്തിൽ BJPയുടെ നിലപാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, BJP എല്ലാവരുടെയും പാർട്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ
ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ന് BJP ആണ്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് BJPയിൽ അംഗത്വം എടുക്കാനും BJPയുടെ നേതാക്കന്മാരായിട്ട് പ്രവർത്തിക്കാനും സന്നദ്ധരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. BJP ഇന്ന് വർഗീയമായിട്ടുള്ള ഒരു നിലപാടും BJPക്ക് ഉണ്ട് എന്ന് BJP അറിയുന്ന മത നേതാക്കന്മാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ന് പറയില്ല. ആ രീതിയിലേക്ക് BJP ഒരു ഇൻക്ലൂസീവായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായി ഈ രാജ്യത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള BJPയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മതത്തിനും വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. മതത്തെയും വിശ്വാസത്തെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി കൊണ്ടുകെട്ടാൻ ശ്രമിച്ചാൽ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉള്ളതുപോലെ BJPക്കുമുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഷോൺ ജോർജ് പറഞ്ഞത് ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരായിട്ടാണ്. ആ മാധ്യമ സ്ഥാപനം എഴുതുന്നതും പറയുന്നതും ഒരു മതത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അഭിപ്രായമാണ് എന്ന ദുർവ്യാഖ്യാനം ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സിനോട് താല്പര്യമുള്ള ചില മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട്. അങ്ങനെ ദുർവ്യാഖ്യാനം നടത്താൻ പാകത്തിൽ രാഷ്ട്രീയ താല്പര്യം വെച്ച് മതത്തിൻ്റെ പേരിൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു മാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടാണ് ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചത്. ശ്രീ ഷോൺ ജോർജ് ക്രിസ്ത്യാനി എന്നതിനപ്പുറം കത്തോലിക്ക സമുദായത്തിലെ വലിയൊരു വിശ്വാസിയാണ്. BJPക്കകത്തും ശ്രീ ഷോൺ ജോർജ് സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റു ക്രിസ്ത്യൻ നേതാക്കന്മാരോടൊപ്പം പരിശ്രമിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ ദുഷ്പ്രചരണം നടത്തുന്ന ഒരു മാധ്യമത്തിനെതിരെയും പ്രതികരിച്ചത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അത് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഷോണിനുണ്ട്. ഷോണ് അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യം ജനാധിപത്യ രീതിയിലുള്ള ആ സ്വാതന്ത്ര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. PC ജോർജ് പൂഞ്ഞാറിൽ അദ്ദേഹത്തിൻ്റെ ആ പൂഞ്ഞാറിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് വിശദീകരണം ചോദിക്കാവുന്നതാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. PC ജോർജ് സാറ് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുക. അതിനെ സംബന്ധിച്ച് പാർട്ടി ഒരു വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ സമയത്ത് പാർട്ടിയുടെ നിലപാട് സുവ്യക്തമാണ്. അത് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഷോൺ ജോർജ് അങ്ങനെ ആരെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനം എന്ന നിലയിൽ വിമർശിക്കുകയായിരുന്നു ഉണ്ടായത്. ആ വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് മതത്തിന് നേരെയുള്ള വിമർശനമല്ല, അത് സഭയ്ക്ക് നേരെയുള്ള വിമർശനമല്ല, അതൊരു മാധ്യമ സ്ഥാപനത്തിന് നേരെയുള്ള വിമർശനമായിരുന്നു. ആ മാധ്യമ സ്ഥാപനം രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അതിൽ ലേഖനങ്ങൾ എഴുതിയതും എഡിറ്റോറിയൽ എന്ന പേരിൽ എഴുതിയതിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ വിമർശനത്തിന് എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഷോൺ വിനിയോഗിച്ചത്. അത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ സാഹചര്യത്തിൽ അവരുടെ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ, കത്തോലിക്ക സമൂഹത്തെ വീണ്ടും കോൺഗ്രസിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ വേണ്ടി
ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തെയാണ് ഷോൺ വിമർശിച്ചത്. അല്ലല്ലോ, ഞങ്ങൾക്ക് 10,000-കണക്കിന് സഭാ അംഗങ്ങൾ, സഭയുടെ മേലധികാരികൾ ഉൾപ്പെടെ, ബഹുമാന്യരായിട്ടുള്ള മെത്രാന്മാരുൾപ്പെടെയുള്ളവർ BJPയെ അതാത് സ്ഥലങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ ആദ്യത്തെ MP-യെ കിട്ടിയതും, ഞങ്ങൾക്ക് കേരളത്തിൽ ആദ്യത്തെ MLA-യെ കിട്ടിയതും, ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു മേയറെ ജയിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് വന്നതും, ഞങ്ങൾക്ക് കേരളത്തിൽ BJPക്ക് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമായതിൽ ഒരു വലിയ ഘടകം ഇവിടുത്തെ ക്രിസ്ത്യൻ സഭാ വിശ്വാസികളുടെ വോട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായമൊന്നും BJPക്കില്ല. ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം ഏറ്റവും കൂടുതലുള്ള പാർട്ടി BJPയാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് BJPയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അട്ടിപ്പേറവകാശമായിട്ട് കോൺഗ്രസ്സോ ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകളോ വരണ്ട. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാനും, ഞങ്ങളുടെ ഉത്കണ്ഠ അവരോട് സംസാരിക്കാനും, അവരുടെ ഉത്കണ്ഠ ഞങ്ങളോട് സംസാരിക്കാനും, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വരെ എല്ലാ ക്രിസ്ത്യൻ സഭകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ക്രിസ്ത്യാനി മുതൽ മെത്രാപ്പൊലീത്ത വരെയുള്ള ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കും ഒക്കെ BJPയുടെ നേതാക്കന്മാരുമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് പോലും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുമില്ല. ഞങ്ങളിലേക്ക് ക്രിസ്ത്യൻ സഹോദരന്മാർ 10,000-കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിലേക്കാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന പാർട്ടി ഇന്ന് BJPയാണ്. അതാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് മുൻതൂക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും താമര ചിഹ്നത്തിൽ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം വരെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ക്രിസ്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതും. അതതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ കേരളത്തിൽ ഈ CPM-നെ പോലെയുള്ള മൂഢ രാഷ്ട്രീയം നടത്തുന്ന പാർട്ടികളുണ്ടല്ലോ, എന്ത് കിട്ടിയാലും അങ്ങ് വിഴുങ്ങി ഇവിടെ മതേതരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയം, അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇത്. ഇതെന്തിനു വേണ്ടിയാണ് ഈ ഒരു രീതി ഇവിടെ അവലംബിച്ചത്? ഇത് ആരെ സംരക്ഷിക്കാനാണ്? ആരെ പോഷിപ്പിക്കാനാണ്? ഒരു 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി ആ കുട്ടിയുടെ കല്യാണം നടത്തിപ്പിക്കലാണോ ഈ പാർട്ടിയുടെ MP ഗോവിന്ദൻ്റെ പണി? ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ പണി 16 വയസ്സുകാരുടെ കല്യാണം നടത്തി കൊടുക്കലാണോ? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP A.A. റഹീമിൻ്റെ പണി ഇതാണോ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ ഇതൊരു ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചനയാണ് ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗൂഢാലോചനയിൽ MP ഗോവിന്ദനും അതോടൊപ്പം തന്നെ V. ശിവൻകുട്ടിയും A.A. റഹീമും പങ്കാളിയാണ്. ആ പങ്കാളിയായിരിക്കുന്ന ഇവരെ ആ ഗൂഢാലോചനയിൽ കേസിൽ പ്രതിയായി SC/ST അട്രോസിറ്റി നിയമപ്രകാരവും ക്രിമിനൽ കോൺസ്പിറസി നിയമപ്രകാരവും MP ഗോവിന്ദനും V. ശിവൻകുട്ടിയും A.A. റഹീമും പ്രതിയായിട്ട് ജയിലിൽ കിടക്കാൻ യോഗ്യരായിരിക്കുകയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം. ഇന്ത്യൻ ശിക്ഷാ നിയമം MP ഗോവിന്ദനും S. സുരേഷിനും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുക. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആ നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ ഇവരെല്ലാവരും ജയിലിൽ കിടക്കാൻ തക്ക കുറ്റം ചെയ്തിട്ടുണ്ട് ഈ കോൺസ്പിറസിയുടെ പേരിൽ എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുന്ന കൊച്ചുകുട്ടികളെ കേരളത്തിൽ വന്നാലും മധ്യപ്രദേശിൽ വന്നാലും അങ്ങനെ വരുന്ന കൊച്ചുകുട്ടികളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? നിയമം അറിയില്ലേ? MP ഗോവിന്ദനോട് അത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ മലയാളം TV MP ഗോവിന്ദന് 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടി വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കലാണ്
ഒരു സാമാന്യ ബോധമുള്ള പൗരൻ ചെയ്യേണ്ടതെന്ന് എം വി ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കുക. അന്വേഷണം ആരംഭിച്ചല്ലോ, അന്വേഷണം ആരംഭിച്ചു. ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ളവരുൾപ്പെടെ നിയമത്തിൻ്റെ മുമ്പിൽ വരണം. ആ രീതിയിലുള്ള അന്വേഷണം പോകണമെന്നാണ് BJPയുടെ ആവശ്യം. നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊരു തർക്കം ആവശ്യമില്ലല്ലോ. 16 വയസ്സുകാരിയാണ് എന്ന് തെളിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അച്ഛനാണ് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ അച്ഛൻ പ്രതി, എം വി ഗോവിന്ദനാണ് ഒപ്പിട്ട് സാക്ഷിയായിട്ടെങ്കിൽ എം വി ഗോവിന്ദൻ പ്രതി, അമ്മയാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ അമ്മ പ്രതി. ഇതാണ് ഈ രാജ്യത്തിലെ നിയമം, അതാണ് പോക്സോ കേസ്. 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ എം വി ഗോവിന്ദന് ആരാ അധികാരം കൊടുത്തത്? വി ശിവൻകുട്ടിക്ക് ഒരു 16-കാരി കുട്ടിയെ പിടിച്ച് കണ്ടവന് കെട്ടിക്കൊടുക്കാൻ ആരാ അധികാരം കൊടുത്തത്? ഇതിന് ഉത്തരം പറയട്ടെ CPM. നിയമം ഉൾപ്പെടെ പലയിടങ്ങളിലും BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജനാധിപത്യ രീതിയിലല്ല എന്നുള്ളൊരു ആരോപണം CPM ഉയർത്തുന്നുണ്ട്. ഈ പണവും മദ്യവും ഈ വോട്ടർമാർക്ക് നൽകിയിട്ടാണോ ഈ വോട്ട് ചോദിക്കുന്നത്? തോൽക്കുമെന്ന് ഉത്തമ ബോധ്യം വന്നവരുടെ വിഭ്രാന്തിയിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളാണിത്. ഇതിനൊക്കെ ഞങ്ങൾ 4-ാം തീയതി കേരളം ഉത്തരം നൽകും. ആ ഉത്തരം അതുവരെ അവരോട് കാത്തിരിക്കാൻ പറയുക. പാലക്കാട് നാം കണ്ടത്, പാലക്കാട് കണ്ടതിനൊക്കെ അവിടെ ഉത്തരം കഴിഞ്ഞല്ലോ. ഇപ്പം ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് കഴിഞ്ഞു പോയ അധ്യായം. ഓക്കെ, വേറെ എന്താ ഉള്ളത്? BJPയുടെ ബൂത്തിൽ നിന്ന് 336 ലിറ്റർ അധികം മദ്യം പിടികൂടി. അതിനെപ്പറ്റി എങ്ങനെയാണ് പറയാനുള്ളത്? ഏത് പോളിംഗ് ബൂത്തിൽ നിന്ന് ഏത് കേസ് പ്രകാരം ഏത് പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും.